രാവിലെ ഞാൻ മാവ് കാണിക്കാന്ന് പറഞ്ഞില്ലേ, ഇത് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ശ്രീ ചേച്ചിയുടെ ഷാജാൻ ചേട്ടയുടെ വീടിന്റെ മുന്നിലത്തെ മാവേ. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സംഭവമാണേ. ഇതാണ് നമ്മുടെ വീട്, കണ്ടോ? ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ വരുമ്പോ എന്താല്ലേ ഒരു ഐശ്വര്യം. ഒരു മുറ്റത്തൊരു മാവെന്നൊക്കെ നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് ഓസ്ട്രേലിയയിൽ ഡാർവിനിൽ എത്തിച്ച ചേച്ചിയാണേ. ചേച്ചി ഇത് എത്ര വർഷമായി ചേച്ചി ഈ മാവ് ഇവിടെ തുടങ്ങിയത്? 4 വർഷം. ഇത് തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെ ഇത്രയും ശരിക്കും എല്ലാ വർഷവും ഇതുപോലെ പൂക്കും. പക്ഷെ ഇതെന്ത് രസം നോക്കി, ഇതിങ്ങനെ തൂങ്ങി കിടക്കണ കാണാനാണ് ഭയങ്കര. അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ വേറെ ആൾക്കാർ എടുത്തോണ്ട് പോവോ? ശരിക്കും നിങ്ങൾ ഇവിടെ നിക്കുന്നോണ്ടാണ് എല്ലാരും എടുത്തോണ്ട് പോണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ നമ്മൾ വേറെ സ്ഥലത്താണെങ്കിൽ ഈ മരം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇത് കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് ഒരു വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ ചെടി. നാട്ടിൽ ചില വീടുകളില് മ്യൂസിയത്തിലൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഈ ചെടിക്കല്ലേ. ഇത് നിങ്ങൾ അവിടുന്ന് നേഴ്സറിന്ന് മേടിച്ചാണോ? ഇങ്ങനത്തെ ഒരു ചെറിയൊരു പീസായിട്ടാണ് മേടിച്ചത്. ഈ ഇത്രയൊരു ഇതിന് നമ്മളന്ന് $200 കൊടുത്ത ഈ ഒരു കുഞ്ഞൊരു പീസിന്. ആണോ? അപ്പൊ ഇതിപ്പോ എത്ര രൂപയായി? ശരിക്കും ഈ ഒരു ചെറിയ പീസിനാണോ 200 കൊടുത്ത് മേടിച്ചിട്ട് ഇത്രയും വലുതായത്? ഓ, അത് അടിപൊളിയല്ലോ. പക്ഷെ ഇത് കാണാനും നല്ല രസം. പക്ഷെ ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇത് മാറ്റി നിർത്തുകയാണെങ്കിൽ അതിന്റെ ഒരു ഭംഗി കുറച്ചുകൂടെ അറിയും. നമ്മുടെ മാങ്ങ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു മാങ്ങയുടെ എനിക്കിത് എത്ര കണ്ടാലും കാണിച്ചാലും മതിയാവില്ല കേട്ടോ, അത്രയും രസമാണേ. നല്ല രസമാണ് ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ. ഈ റെയിൻ ഡ്രോപ്സ് ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ ഈ മാങ്ങ ഇങ്ങനെ കിടക്കണം അല്ലേ. ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു മരം ഇങ്ങനെ ചുറ്റും നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിന്റെ ശരിയാ. ഇസക്കുട്ടിയുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ വന്ന് ഈസി ആയിട്ട് എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണിച്ചെടുത്ത് എന്താ അല്ലേ സ്റ്റൈൽ, അടിപൊളി. എന്താ നമ്മൾ ക്യാൻബറയിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്നും മാങ്ങ അങ്ങനത്തെ സംഭവം നമുക്ക് വളർത്താൻ പറ്റില്ല, കാരണം തണുപ്പായതുകൊണ്ട്. പിന്നെ ഇവിടെ മുരിങ്ങക്കോല് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നേ. അടിപൊളി. എന്തായാലും അടിപൊളി മാങ്ങ. ഇന്ന് നമ്മൾ ഡാർവിനിലുള്ള ഒരു ക്രൊക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അവിടെയുള്ള ക്രൊക്കഡൈൽസിനെയും അതുപോലുള്ള മറ്റ് അനിമൽസിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വ്ളോഗായിരിക്കും ഇത്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിനകത്തൊരു വലിയൊരു അനക്കോണ്ട ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അത്രയും വലിയൊരു പാമ്പിനെ ഞാൻ കാണുന്നത് കേട്ടോ. അതിങ്ങനെ മരത്തിലിരിക്കുമായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും. അതിങ്ങനെ ഇറങ്ങി താഴോട്ട് വരുന്നതൊക്കെ നല്ല പോലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഡാർവിനിലെ ക്രൊക്കഡൈൽ പാർക്കിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ. നിങ്ങളെല്ലാവരും ഏകദേശം ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ബ്ലൂ കോംബോ ആണ് ഡ്രസ്സ് വന്നേക്കണേ ഇപ്പോൾ. $1,500 ഇതെന്ത് ക്രോക്കോഡൈലിന്റെ ഇത് സ്കിന്ന് വെച്ചുണ്ടാക്കിയതാ? ഓ, എൻട്രൻസിൽ കുറേ ക്രോക്കോഡൈൽസിന്റെ സ്കിൻസ് കൊണ്ടുണ്ടാക്കിയ ബാഗ്സ് ആണ്.
നമ്മൾ നേരെ കയറി വരുന്ന അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എൻട്രിയിലോട്ട് എത്തുമ്പോഴേക്കും ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് അവിടെ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത്. അതിൽ കൂടുതലും ഈ ക്രോക്കഡൈലിൻ്റെ സ്കിന്നൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ബാഗും ബെൽറ്റും പേഴ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർക്കിലോട്ട് എൻട്രി ചെയ്തത്. 250 അതിൻ്റെ ഒറിജിനൽ ഇത് വെച്ചിട്ട് ചെയ്യേണ്ട സാധനമല്ലേ. പക്ഷെ ഇത് കൊള്ളാമല്ലേ, മോഡൽ കൊള്ളാം. Oh, so cute. എന്ത് so cute അല്ലേ ഇസക്കുട്ടി? അതെന്ത് സാധനം? ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാം. നമുക്കൊരു ഫ്രിഡ്ജിൽ വെക്കണ ഒരു സാധനം വാങ്ങിയാലോ? ക്രോക്കോഡൈൽ വിസിറ്റ് ചെയ്തതിന്റെ കുവാണല്ല നമ്മൾ വിസിറ്റ് ചെയ്ത ക്രോക്കോഡൈലിന്റെ എടുക്ക്. ഇഷ്ടപ്പെട്ടോ? നല്ല പേസ് നല്ല ഇതുണ്ട്, ഗേൾസിന്റെ ഉണ്ട്. അത് കാണില്ല, എനിക്കറിയാം, ബോയ്സിന്റെ കാണുള്ളൂ. വെള്ളം ചേച്ചിയിലുണ്ട്. പക്ഷെ നമ്മളെല്ലാം കൂടെ നടക്കുമ്പോൾ എങ്ങനെ പിടിച്ചോണ്ട് നടക്കും എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടല്ലോ കുറേ സാധനങ്ങൾ. ഇത് നോക്കട്ടെ. ഇസക്കുട്ടി ഇത് കാണണ്ട. ഇസക്കുട്ടി ഇപ്പൊ കണ്ട ബുക്സ് അല്ലടി. This is cute. Oh, sorry. ഇസക്കുട്ടി ഇത് നോക്കി. ഇസക്കുട്ടി എന്ത് രസം നോക്കി. അതാണ് ഇസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെ. ഓക്കെ. പിടിക്കേ. ഇസക്കുട്ടി ഇവിടെ കണ്ടോ? ഇസക്കുട്ടി കണ്ടോ? ഇസക്കുട്ടി ഉറങ്ങുവാണോ? ഇസക്കുട്ടിക്ക് എല്ലാം അറിയാലേ, അമ്മയ്ക്കറിയില്ല. Okay, let's go. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ത് ബിഗ് ആയിച്ച്. റിയൽ വൺ ഐസക്കുട്ടി. അയ്യോ, എന്റെ ഫോണ് താഴെ പോകുന്നു. അടുത്ത ക്രോക്കോഡൈൽ. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോ കാണും ഇതിന്? അത് ചാടരുത്, ചാടരുത്. നമ്മൾ കെയർഫുൾ ആയിട്ട് നടക്കുക. വാച്ച്. ഓ മൈ ഗോഡ്, വാവ്. ഫോട്ടോ എടുത്തു. എങ്ങോട്ട് വരാൻ? കണ്ടോ, crocodiles bites they can also move very quickly. കണ്ടോ, അത് പെട്ടെന്ന് മൂവ് ചെയ്യും, അത് ബൈറ്റും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. അതവിടെ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടേ അത് റെസ്റ്റ് എടുക്കുന്ന ടൈം, അതുകൊണ്ടാണ് മിണ്ടാണ്ട് കിടക്കണേ. ആ മരത്തിൽ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ടോ? കൂടി നോക്കിയേ.
ഇത് 2 എണ്ണം കിടക്കണം. വാ, ഇതിന്റെ കളർ കണ്ടോ? ഡിഫറെന്റ് കളറാലോ. ഒരു 100 കിലോയെങ്കിലും കാണത്തില്ലേ ചേച്ചി? വെയിറ്റൊക്കെ ഇവിടെ ഉണ്ടല്ലോ. 450 കിലോയോ? എൻ്റെ അമ്മേ. ഇത് കുട്ടിക്ക് ഹോൾഡ് ചെയ്യണോ? ഇതിങ്ങനെ ചാടി വന്ന് നമ്മളെ പിടിച്ചാ എന്ത് ചെയ്യും? അങ്ങനെ വരാൻ പാടില്ല ചേച്ചി. അത്രയും ഹൈറ്റ് ഉള്ളല്ലേ ഇത്? ബേബി ഇങ്ങനെ ചാടി വന്ന് നമ്മുടെ ദേഹത്ത് വീണാ എന്ത് ചെയ്യും? അങ്ങനെ വീഴോ? വരുവോ? പോടണം. ചുമ്മാ പറയാം. ഇതെന്ത് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ. ഓക്കെ, ഇതിന്റെ ഇങ്ങനെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഫുള്ള്. അതിനെ കാണാനില്ലല്ലോ. ആ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ബൂം ബൂം. ഹോൾഡ് ചെയ്യുന്ന സെക്ഷൻ വേറെയാ. നമുക്ക് ഓരോന്നും അവിടെ കാണുമ്പോൾ ഹോൾഡ് ചെയ്യാനും ടച്ച് ചെയ്യാനും അതൊക്കെ കണ്ടിട്ട് നമ്മള് ചെയ്യാന്നേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം കേട്ടോ, അനക്കൊണ്ട. അയ്യോ, അതിൻ്റെ അടുത്തോട്ട് പോകാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നേ. അത്രയ്ക്ക് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കൂടിനുള്ളിലാണെങ്കിൽ പോലും നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അത് വന്ന് കടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നേ. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അത് താഴോട്ട് വരുന്നൊരു ഷോട്ട് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ ഇപ്പോൾ. കുട്ടി നോക്കിയടി, ഇതിന്റെ പേരെന്നാന്നറിയോ കുട്ടിക്ക്? അനക്കോണ്ട, ഗ്രീൻ അനക്കോണ്ട. അമ്മേ, അതാരാ? അമ്മയെ പേടിച്ചുപോയി. പേടിപ്പിക്കല്ലേ. അമ്മേ, താഴെ ചാടി നമ്മളാരും പോക്കാം. മറിക്കോ? ഇതിന്റെ വായൊന്ന് ക്ലോസ് അപ്പ് ചെയ്തെടുക്കട്ടെ. നാക്കുണ്ടോ ഇതിന്റെ? അതെനിക്ക് നേരെ പിടിക്കണായിരിക്കും. ആ, അത് ഓൾമോസ്റ്റ് ഇങ്ങനെ നിക്കോ. ഇറങ്ങി ഇറങ്ങി മാറ് 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 മാറ്. താഴെ ഇറങ്ങാൻ പോവാത്. താഴെ ഇറങ്ങുമോ? താഴെ ഇറങ്ങുമോ? എന്റെ അമ്മ, അതിന്റെ വയറുണ്ടോ? അതിപ്പൊ താഴെ ഇറങ്ങും. നോക്കട്ടെ നോക്കട്ടെ, മാറി നിൽക്ക. എനിക്ക് എന്നാലും നമുക്കൊരു പേടിയാണ് എന്റെ അടുത്ത് പോവാൻ. ഇല്ല, അത് ഓൾമോസ്റ്റ് താഴെ ഇറങ്ങും. ഇപ്പം ഇറങ്ങുമായിരിക്കുന്നേ, കാരണം ഇവിടെ വെള്ളമൊക്കെ കുടിക്കാൻ വരണേ. ഇത് ഇവിടെ വെള്ളം ഫുഡൊക്കെ ഇതേ അതിന്റെ മേളിലൊരു പൈപ്പ് ഉണ്ട്. അതിനാണോ? അത് ഓൾമോസ്റ്റ് താഴെ എത്തി. എന്റെ തല താഴെ എത്തി. അമ്മേ, കുട്ടി ഇല്ല ഇല്ല, അത് ഭയങ്കര ഇതായിട്ടാ അവിടെ. അതിന്റെ ലാസ്റ്റത്തെ എങ്ങനെ വീഴുമെന്ന് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ആ വാലിന്റെ ഭാഗം എങ്ങനെയായിരിക്കും താഴെ ഇറങ്ങണേ നോക്കട്ടെ. അമ്മേ അമ്മേ, അതിന് വേദനിക്കില്ലേ? അമ്മേ, ഞാൻ പേടിച്ചു. എന്റെ മയിലേ, നീ അതിന്റെ ഇടയിൽ നീയും കൂടെ എന്നെ പേടിപ്പിക്കല്ലേ. ഓ,
എൻ്റെ ദൈവമേ, വന്നൊന്നൊരു ഷോട്ടായിരുന്നു. ഇല്ല, അതവിടെ ഇങ്ങനെ ഇരിക്കുവാ ചേച്ചി. എവിടെയാ? ഹായ്, മൈ നെയിം ഈസ് റോക്കറ്റ് Wombat. If you can't find me, hello. I am likely sleeping away in my aircon cave. Oh. She's so cute. ഉറങ്ങുവാ അല്ലേ സുക്കുട്ടി? ക്യൂട്ട് അല്ലേ? That's not cute. അവനാ No, actually cute. അത് ക്യൂട്ടാ. ബാ. Both of them are so cute. Crocodile pole. എന്തോ ഇത്? ക്രോക്കഡൈലിന്റെ സ്കിൻ പോലെ ഉണ്ടല്ലേ? അത് ഈ മരത്തിന്റെ എന്തേലും ഇത്. ആ ശരി, അതെ, ഈ മരത്തിൽ കുറെ ഉണ്ടല്ലോ. അതിന്റെ ഐസ് കിട്ടി. ലുക്സ് ലൈക്ക് ക്രോക്കഡൈൽ സ്കിൻ അല്ലേ? I want to keep it. ഓക്കെ. So I can remember the crocodile. ഓക്കെ. അവിടെ നടി. ഓ, മയിലാണോടി? അല്ല, അതെന്ത്? Who I am. Who am I? തരാ. ഇത് നോക്കടി, അതിന്റെ തലയിൽ നോക്കിയേ. അതിന്റെ കഴുത്തിന്റെ ഭാഗത്തല്ലേ കളർഫുള്ള്. അതെനിക്കത് പ്രായമായതുപോലെ ഉണ്ടല്ലോ ഇരിപ്പ് കണ്ടിട്ട്. ഓ, അത് അയ്യ, അത് തൊട്ടോ തൊട്ടോ. അത് ഫേക്ക്, അതുകൊണ്ട് പറയാ തൊടാൻ. തൊട്ടോ, നമുക്ക് അപ്പുറത്തോട്ട് ഒറിജിനൽ തൊടാം. അയ്യോ, അങ്ങനെ ചെയ്യരുത്, അവര് വഴക്ക് പറയും. കുട്ടി എമോ ആണോ? ഓഹോ. ഓ, ഇസുക്കുട്ടിനെക്കാളും ഇസുക്കുട്ടിനെ അതിന്റെ ദേഹത്തിരുത്തി നടത്താൻ പറ്റണ അത്രയും വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇസുക്കുട്ടി? ഹലോ 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 ഹലോ. എന്റെ വീഡിയോയിലൊന്ന് ഹായ് പറയോ? ഒരു ഹായ് പറയോ എൻ്റെ വീഡിയോയ്ക്ക്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറഞ്ഞേ. ആ, പറയേ. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. എമു. ആണോ? അങ്ങനെ സ്കെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ജെന്റിലായിട്ടാണ് അവരോട് ഇത് ചെയ്യാൻ. കാരണം അത് വയലന്റ് ആയി കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാവും. അത് ഭയങ്കര അവരെ ട്രെയിൻ ചെയ്ത് ജെന്റിലായിട്ട് അവനെ വളർത്തണേ. എവിടെ? വൈറ്റ് പീകോക്ക്. വാവ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഓ, അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? വൈറ്റ് നല്ല രസം. പക്ഷെ അതെന്താ അങ്ങോട്ട് പോയിരിക്കണം? ഇവിടെ വരാൻ പാടില്ലേ? ചാടി ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ വെയിറ്റിങ്ങാ. വരൂ. ഇത് വെള്ളം കുടിക്കാനൊക്കെ വെള്ളം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ വരുമായിരിക്കും കേട്ടോ വെള്ളം കുടിക്കാൻ. ആ, വരണുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ചെറുതൊരെണ്ണം ദേ ഈ ചെടിയുടെ ഇടയിലുണ്ട്. മയിലുണ്ടോ? മയിലുണ്ടോ? മയിലേ ഒന്ന് പീലി വിടർത്തോ ഒന്ന് കാണാൻ? മയിലേ, ഒന്ന് പീലി വിടർത്തി തരോ പ്ലീസ്? പറ ഇസുകുട്ടി, പറ പ്ലീസ്. ചോദിക്ക് പ്ലീസ്. തരില്ലായിരിക്കും. എന്ത് രസല്ലേ. അത് ഇങ്ങോട്ട് വരണുണ്ടെന്ന് തോന്നുന്നു ഇസുകുട്ടി. വാ വാന്ന് പറഞ്ഞോണ്ടേ ഇത് പറയാ. ഹായ് പറയോ? നേരത്തെ അല്ലേ അമ്മ പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ. ഹായ് പറയോ? ഇവിടെ എന്താ? ഓ ഇസുകുട്ടി നോക്കടി.
Too cute. See? ഇത് അമ്മ എടുക്കാൻ പാ. അമ്മേ. ആ നോക്ക്. So cute. ഇത് കുട്ടിനെ നോക്കി നിൽക്കുമല്ലോ. But mud, mud thing cuter ആണ്. ആ Mud cuter ആണ്. അത് ക്യൂട്ടായിരുന്നു അല്ലേ? ആ. അതങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. പാരറ്റാണോ ഇത്? ഇത് പാരറ്റ് അല്ലെന്ന് തോന്നുന്നു അല്ലേ? വേറെ എന്തോ സംഭവം. നോക്കമ്മേ. ആ ചിക്കനോ? Chicken banana. Chicken banana. ചിക്കൻ ബനാന. ചിക്കൻ ബനാന. Chicken banana. 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 സ്റ്റെപ്പ് എടുത്തേ. ചിക്കൻ ബനാന സ്റ്റെപ്പ് എടുത്തേ. Chicken banana. Wait. Chicken banana. Chicken banana. Chicken banana. 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 ആണോ? അപ്പൊ അവിടുന്ന് ഇവിടെ ലെഫ്റ്റ് കയറണം. ഇതുപോലെയാണ് കാണുന്നത്. ഇങ്ങോട്ട് കണ്ടിറങ്ങിയതാ. ഇതിലിങ്ങോട്ട് കയറാം. ഇങ്ങോട്ട് കയറാം. ഇല്ല, സ്ക്രാച്ച് ആയില്ല. ബേർഡ്സ് നമ്മൾ കണ്ടോ ഫുള്ള്? എമു കണ്ടു നമ്മള്. മില്ലിടണേ. ഇത് കണ്ടു. ഇതാണ് ഇതൊന്നും കണ്ടില്ല നമ്മള്. അട്ടിനെ കണ്ടില്ല. ബറാമുണ്ടിയൊന്നും കണ്ടില്ല നമ്മള്. അതപ്പോ എങ്ങോട്ടാ? We have ഫിഷ് നമ്മൾ കണ്ടിട്ടില്ല. ബേർഡ്സ് കാംഗറൂസിനൊന്നും കണ്ടില്ല. ബൈ. ആ എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ആ വെൽക്കം ടു അനിമാലിയ. ഏതാ? ഓ ഇത് ഫോണും കൊണ്ടുപോകും, എന്നെയും കൊണ്ടുപോകും. ഞാൻ അങ്ങോട്ട് പോകണില്ല, ഇവിടെ നിന്ന് സൂം ചെയ്യാം. ഇതേ നോക്കടി. ബാ ഇസുക്കുട്ടി, ഈ വഴി പോയിട്ട് അങ്ങോട്ട് പോകാം. ബാ. ദേ വൈറ്റ് ഹൗസ് കണ്ടോ ഇസുക്കുട്ടി? ദേ നോക്ക് ഇവിടെ ഇവിടെ ഇവിടെ. ദേ. Wow. ഇതൊന്നും കാണാനില്ല. പക്ഷെ ഇതല്ല, എനിക്ക് തോന്നുന്നു ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റിംഗ് ടൈം ആയിരിക്കും ചേച്ചി ഇപ്പോ. ഇവിടെ എന്തുണ്ട്? ഇസുക്കുട്ടി നോക്ക് ഇസുക്കുട്ടി. ഇത് ഒറിജിനൽ ആണോ ഇസുക്കുട്ടി? റിയൽ ആണോ ഇസുക്കുട്ടി? ഫേക്ക് ആണോ? ഇസുക്കുട്ടിയുടെ ഫ്രണ്ടാണ്. ഇനി നമുക്കൊരു പേരിടാം. ഏത് പേരിടണം? Dino. ഡൈനോ. ഓക്കെ. ഹായ് ഡൈനോ. ബൈ ബൈ ഡൈനോ. ബൈ. Bye bye Dino. നിന്റെ പേരിന്? Me? മീറ്റ്. No, not ഓ മീറ്റ്. ഓക്കെ. മീറ്റ് ആരാ? പേര് പറ. വേഗം പറ. ഇത് നോക്കിയ കുട്ടി. സൂവിനകത്ത് നമ്മുടെ വാഴപ്പഴം. ഇതിന് പൂവുണ്ട് ഇവിടെ. നോക്കി. You're born to die. What's that? ബനാനയുടെ ഫ്ലവർ. ഇത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും And ഈ സാധനം. what is ഇതിന്റെ പേരെന്നാ വിട്ടെ? the giraffe? ജിറാഫിക്ക. ഓ ജിറാഫിക്ക. ഓ എവിടെ നിന്നാണ് ഈ പേരൊക്കെ നിനക്ക് കിട്ടുന്നേ? ജിറാഫിക്ക. ഒരു നിന്നോ ജിറാഫിക്കയുടെ അടുത്തൊരു ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് നിന്നെ കാണില്ല, ഇവിടെ നിൽക്കണം. അപ്പൊ ഇരിക്കാൻ പാടില്ല, നോട്ട് അലൗഡ്. ജിറാഫിക്ക. ഇസുക്കുട്ടിയുടെ ജിറാഫിക്ക ഫ്രണ്ട്. ഓക്കെ. വാവ്. Anna. Anna. എന്തോ കാംഗറൂസിനെ നോക്ക്. ഓടിച്ചില്ല. Can we pet them? അല്ല പറ്റില്ല, നമുക്കറിയില്ല. ഓടിച്ചല്ലോ ഓടിച്ചല്ലോ. Why can we not pet them? അത് നമുക്ക് അലോഡ് പാറ്റ് ചെയ്യാൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂടി. നമുക്കറിയില്ലല്ലോ അതിന് ചെയ്യാവോന്ന്. ഓടിച്ചല്ലോ, അടുത്ത് പോകാൻ പറ്റും. ഇങ്ങനത്തെ ബോട്ടിൽസ് ഇവിടെ തന്നിട്ട് പോ. ഇസി എവിടെ കുഞ്ഞ്? ദേ കുഞ്ഞ് അതിനകത്ത്. ദേ ഇതിന്റെ വയറ്റില് കുഞ്ഞുണ്ട്. വാവ്.
ടച്ച് ചെയ്യ്, ടച്ച് ചെയ്യ്. എടി ടച്ച് ചെയ്യ് പതുക്കെ. ആ ക്യൂട്ട്. ഇസുക്കുട്ടി ഇങ്ങോട്ട് വാ, വാ ഇവിടെ വാ, ഇവിടെ വാ. ഇതിനെ ടച്ച് ചെയ്താൽ അത് ഓടിക്കും ചിലപ്പോൾ. പെട്ടെന്ന് ടച്ച് ചെയ്തിനെ. ഇതിന് വയറ്റിൽ ബേബി ഉള്ളതുകൊണ്ട് ഈ അപ്പൻ കങ്കുറു നേരത്തെ ചാടിയതുപോലെ വന്നാലോ. ഇതിനെ ടച്ച് ചെയ്യ് ജസ്റ്റ് ഒന്ന്. ദേ ചൊറിയണു. ദേ നോക്ക് നിക്കണാക്കി. അയ്യോ ടൈല് ടച്ച് ചെയ്യണ്ട, സ്കിന്ന് ടച്ച് ചെയ്യടി. ടച്ച് ടച്ച്. അതിനിപ്പോ ഇതിനാ നീ പേടിക്കണേ? യു ഗോ ആൻഡ് ടച്ച്, ഗോ. ദേ വയറിനകത്ത് തല പുറത്തെടുക്കണുണ്ടോ? അതറിയില്ല, അമ്മയ്ക്ക് അറിയില്ല അത് ഓക്കെ ആയിരിക്കുമോന്ന്. മേ ബി ഓക്കെ ആയിരിക്കാം. അയ്യോ കണ്ടോ എന്റെ വയറ്റിനകത്ത് വെച്ചേക്കണുണ്ടോ? എന്ത് രസാ. അയ്യോ ഇത്രയും വലുതാണ് വയറ്. കണ്ടോ വയറിനകത്ത് അതിനിങ്ങനെ കൊണ്ട് നടക്കും. നല്ല രസല്ലേ. ഇത് പുറത്തോട്ട് കാണാൻ പറ്റും. ഇത് ജനിച്ചു കഴിഞ്ഞിട്ട് അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. നമ്മൾ ഈ കാങ്കറു ബാഗ് വലിയ ബേബീസിനെ കൊണ്ട് നടക്കില്ലേ, അതുപോലെ. അതുകൊണ്ടാണ് അതിനെ കാങ്കറു ബേബി ബാഗ് എന്ന് പറയണേ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കണേന് കേട്ടോ. ഇത് കൂടി അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ? വെയിറ്റ് അമ്മ ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് നോക്ക്. ആ നൈസ് ബാ. അനദർ ഫ്രണ്ട് ആണോ? എന്താ അതിന്റെ പേര്? ജിറാഫ് അലിസ്റ്റർ. ഇതൊക്കെ എവിടെ നിന്നാണ് നിനക്ക് കിട്ടുന്നത്? നീ എവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ജിറാഫ് അലിസ്റ്റർ ഇസക്കുട്ടിയുടെ ന്യൂ അതർ ഫ്രണ്ട്. ജിറാഫ് അലിസ്റ്റർ. ഓക്കെ ജിറാഫ് അലിസ്റ്റർ. ജിറാഫ് അലിസ്റ്റർ പറഞ്ഞു. ഇനി അടുത്തന്നെ വിടാം ബാക്കി. ലൂല് വേണ്ട, ജിറാഫ് അലിസ്റ്റർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേത് ലൂല് കുഞ്ഞതിനെ അവിടുത്തെ കാണുമ്പോ ഇടാം. ഓക്കെ വാ. പ്രസ് ടു ആക്ടിവേറ്റ് വാട്ടർഫോൾസ്. ഓ നമുക്കത് പ്രസ് ചെയ്യണോ? വാവ്. അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചൂടത്തിനകത്ത് കയറി ഇറങ്ങാൻ തോന്നുന്നു ചേച്ചി. ആണോ? ശരിക്കും പറഞ്ഞാൽ വെയിലില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ആ രാവിലെ ഇറങ്ങേണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ലേറ്റായി. ലയൺ, കിങ് ലയൺ, കിങ് ലയൺ. ആ രാജാവാണോ? കാട്ടിലെ രാജാവാണോ ലയൺ? ആഹാ. ഇത് ശരിക്കും വെള്ളമാണോ അതോ തറയാണോ? ബിബി ഇത് വെള്ളമാണോ തറയാണോ? വെള്ളം പായല് പോലെ. ചേച്ചി തിരിഞ്ഞു തന്നെ ചേച്ചി, ഫോട്ടോ എടുക്കാം. നിങ്ങൾ മൂന്നേരം നിൽക്കി. എന്ത് സാധനം ഇത്? ഗൊറില്ല മങ്കിയാണെന്ന് തോന്നുന്നു. മങ്കി ചാടി ബൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്, സോ വെരി കെയർഫുൾ. ആ ഇത് എഴുതിയിട്ടുണ്ട്, ചാടാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഓ ഹലോ. എന്തുവാ? ആണോ? നോക്കാം വാ.
ഡിങ്കോ 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 ഇഷ്ടപ്പെട്ടു ഇവിടെ നോക്ക് ഡിങ്കോ 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 Dingo, dingo, dingo. അച്ചോ അത് കിട്ടിയ സൂപ്പർ കേട്ടോ നമുക്ക് പെറ്റാക്കാൻ കൊള്ളാം വാവ് സോ ക്യൂട്ട് ഈശക്കുട്ടി ഇത് ഇവിടെ ഇരിക്കുന്നു ഇതിനൊരു പേരിടാം നമുക്ക് ഏതാ Monkey climb. മങ്കി ക്ലൈം നിനക്ക് എവിടെ നടി പേരൊക്കെ അതിന് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈശക്കുട്ടി The back. സോ സ്മോൾ വൺസ് It's right in the back of the baby. It's on the mom. Oh, look at the back of the baby. ഈശക്കുട്ടി ഇത് നോക്ക് ആറ് ഏഴ് എട്ട് ഒമ്പത് 10 11 12 13 എത്ര എണ്ണം ഉണ്ട് ഈശക്കുട്ടി ഉണ്ട് എത്ര എണ്ണം ഉണ്ട് What do you look? കൗണ്ട് ചെയ്യ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. 26, 27, 28, 29, മുതല ഓ ഇതിനൊരു പേരിട്ടെ Crocodile. ക്രോഗ്ഡി 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 Crocodile. ക്രോക്കഡൈൽ ഓൾറെഡി അല്ലാത്തൊരു പേരിട് Crocodile. ക്രോക്കഡിയോ ഓക്കെ എന്നാ ബാ Crocodile, bye bye. My other friend. ഓക്കെ എത്ര ഫ്രണ്ട്സിനെ ഐസക്കുട്ടിക്ക് കിട്ടി ഈ പാർക്കിൽ അല്ലേ ഓ എനിക്ക് വയ്യ ഓപ്പിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബിബി I'm getting ഇതാണോ this. വേണ്ടേ ഏത് നോക്കട്ടെ നോക്കട്ടെ I'm getting this. കാണിച്ചത് Is a crocodile teeth. ക്രോക്കഡൈൽ ഉണ്ടോ അല്ലേ Crocodile teeth. ക്രോക്കഡൈൽ ഒന്നും അല്ല അത് വേറെ No, crocodile with teeth. ഓക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സാധനം എടുക്കടി ഫോർ മെമ്മറി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളാം ഫോർ ദ മെമ്മറി ഡാർവിൻ ഓസ്ട്രേലിയ ക്രോക്കഡൈൽസ് പാർക്ക് നല്ല ക്യൂട്ടല്ലേ കാണാൻ മുട്ടയുണ്ട് മുതല മുട്ട ഒറിജിനൽ ഇവിടെ ഇവിടെ അതെ $850 ഇത് കിട്ടും ഫ്രഷ് വാട്ടർ ക്രോക്കഡൈൽ എഗ്സ് ആർ അവൈലബിൾ നൗ ഇതിന്റെ മുട്ടയുണ്ട് ഓസ്ട്രിച്ചിന്റെ ഉണ്ട് അതിന് വില ഉണ്ടോ ക്രോക്കഡൈൽ കണ്ടോ അത് അവിടെ ചോദിച്ചാൽ അവർ തരാം അതൊരു സാമ്പിൾ വെച്ചേക്കണേ ഇതെങ്ങനെ കഴിക്കില്ലേ ആ ഇന്നു വാ ടയേർഡായിട്ടിരിക്കുവാണോ ടയേർഡായല്ലേ അത്രയും ചൂടാ അങ്ങനെ ഞങ്ങൾ ക്രൊക്കഡൈൽ പാർക്കൊക്കെ കണ്ട് ഇറങ്ങിട്ടോ എല്ലാവരും തന്നെ നടന്ന് നല്ലപോലെ ടയേർഡായിരുന്നു. തൽക്കാലം ഈ ഒരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോട്ടോ. അടുത്ത ഡാർവിൻ എക്സൈറ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.